ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളങ്ങളും പിടിച്ചുകൊണ്ട് പെട്ടകത്തിൻ്റെ മുൻപിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്യണം. അവർ കാട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണമതിൽ വീഴും. ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. ദൈവത്തിൻ്റെ സൈന്യാധിപൻ വന്ന് യോശുവയ്ക്ക് ഈ യെരിഹോവിനെ പിടിച്ചടക്കുവാനുള്ള യുദ്ധമുറകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടത്. ഇവിടെ യോശുവ ആ ആലോചന പ്രകാരം കൃത്യമായി ചെയ്യുന്നു. ആയുധപാണികൾ മുൻപിൽ നടക്കുന്നു. പുരോഹിതന്മാർ കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്നു. വീണ്ടും അവർ അങ്ങനെ 6 ദിവസം നടന്നതിന് ശേഷം 7-ാം ദിവസം കർത്താവ് അവർക്ക് കൽപ്പന കൊടുത്തത്, നിങ്ങൾ കാഹളം ഊതണം, ആർപ്പിടണം, അപ്പോൾ മതിൽ വീഴും. അങ്ങനെ നിങ്ങൾ മതിൽ പിടിച്ചടക്കി, യെരിഹോവിനെ പിടിച്ചടക്കി ആ ദേശത്തെ നിങ്ങൾ കൈവശമാക്കണം. എന്തോ ഒരു വ്യത്യസ്തമായ ഒരായുധമുറയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിക്കൊടുത്തത്. മാനുഷികമായ രീതിയിൽ ഭോഷത്വമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ശത്രു രാജ്യത്തിൻ്റെ കോട്ടമതിലിന് ചുറ്റുമായിട്ട് കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുകയും അതിനുശേഷമായിട്ട് 7-ാം ദിവസം 7 തവണ നടന്നിട്ട് ആർപ്പിടുകയും ചെയ്യുമ്പോൾ മതിൽ വീഴുന്നതായ ഒരു യുദ്ധസന്നാഹം. ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാകുന്നതിലും അഗോചരമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്നാൽ ആ കർത്താവിൻ്റെ വാക്കിന് പൂർണ്ണമായും നാം ചെവി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന്മേൽ ഇടപെടും. എൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രകാരം ആ കൽപ്പനകൾ മാനുഷിക രീതിയിൽ ഭോഷത്വമെന്ന് തോന്നിയാലും അത് നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ ദൈവം അതിന്മേൽ ഇടപെടുകയും ദൈവം അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്യും. അതുതന്നെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തേക്കാൾ ഉപരിയായിട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ നാം മനസ്സ് വെക്കണം. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. അവരുടെ ശത്രു സൈന്യം അവരെക്കാൾ വളരെ മികച്ചതാണ്. അവരെ ജയിക്കുവാൻ ഒരു പക്ഷേ അവരുടെ സൈന്യത്തിന് കഴിഞ്ഞില്ലായിരിക്കാം. എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്ത മാനുഷിക ദൃഷ്ടിയിൽ ഭോഷത്വമെന്ന് തോന്നുന്ന, ബലഹീനമെന്നും ബുദ്ധിഹീനമെന്നും തോന്നുന്ന ചില കാര്യങ്ങളാണ് യോശുവയെ കൊണ്ട് ദൈവം ചെയ്യിച്ചത്. അത് അപ്രകാരം തന്നെ അനുസരിച്ചപ്പോൾ അവർക്ക് ജയം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുണ നിന്നു. ഇന്ന് ജീവിക്കുന്ന നമ്മളെക്കുറിച്ചും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നാം മുൻപോട്ട് നീങ്ങുമ്പോൾ അതൊരു പക്ഷേ മാനുഷിക ബുദ്ധിക്ക് ഭോഷത്വമെന്നും ബലഹീനമെന്നോ ബുദ്ധിഹീനതയെന്നോ ഒക്കെ തോന്നിയേക്കാം. അതിലുപരിയായിട്ട് കർത്താവിനെ പൂർണ്ണമായും അനുസരിക്കുക, കർത്താവിൻ്റെ മുൻപാകെ ജീവിതം സമർപ്പിക്കുക. അവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കാമെന്നുള്ള ആ സമർപ്പണത്തോടെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ ഇടപെടും. ദൈവത്തിൻ്റെ ആലോചന അത് ശാശ്വതമായുള്ളതാണ്. അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായുള്ളതാണ്. അതിന് കീഴ്പ്പെട്ട് ആ ആലോചന പ്രകാരം നടന്ന് മഹത്വത്തിനായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.